ഹലോ ഗൈസ്, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി തരാനായിട്ടാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഓർക്കും എന്താണ് ആ ഓപ്പർച്യൂണിറ്റി എന്ന്. വേറൊന്നുമല്ല, ഇവിടെ പുതിയ ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട്. വേറൊരു ഹോസ്പിറ്റലിൽ, എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പുതിയ വേക്കൻസീസ് അവൈലബിൾ ആണ്. ഒരു വേക്കൻസീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേഗം തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ലിങ്ക് കിട്ടുമെന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു. പക്ഷെ അവർക്ക് ലിങ്ക് ഒന്നും അവർ ഇതുവരെ മേക്ക് ആക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ഡയറക്റ്റ് ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ആ ഹോസ്പിറ്റലാണെങ്കിൽ August 19 ഇട്ട വേക്കൻസി ആണ്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് അതിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അവർ ആ വേക്കൻസി ക്ലോസ് ചെയ്തോന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അവരടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അത് ക്ലോസ് ചെയ്തോ, ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അവർ പറഞ്ഞു ഡെഫിനറ്റ്ലി ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം, മെയിലിലേക്ക് നിങ്ങൾക്ക് CV അയക്കാവുന്നതാണ് അവരുടെ മെയിലിലേക്ക്. കൂടുതലും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ആ വേക്കൻസീസ് ഇട്ടിട്ടുള്ളത്. നോൺ മെഡിക്കൽസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ, റിസപ്ഷനിസ്റ്റ്, അങ്ങനെ കുറച്ച് വേക്കൻസീസ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടവർക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ വേക്കൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ എനിക്ക് പേഴ്സണൽ ആയിട്ട് വന്ന് മെസ്സേജ് അയക്കുക. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു PDF ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇങ്ങോട്ട് വരുന്ന റിക്വയർമെന്റ്സ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, പക്ഷെ അവരാരും അത് കാണാറില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു PDF ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ വേണ്ടത് എന്നുള്ളത് ചെറിയ PDF ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാണ്ട് ഈ ജോബ് വേക്കൻസിനെ കുറിച്ച് എന്തൊക്കെ വേക്കൻസീസ് ആണ് വരുന്നത് എന്നുള്ളതും അതിലെ ഇമെയിൽ ID കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് ഞാനൊരു PDF ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ വേണ്ടവരെ എനിക്ക് പെട്ടെന്ന് തന്നെ DM ചെയ്യുക. ലാസ്റ്റ് ഇട്ട ലിങ്കിന്റെ ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവരെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ടിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു എൻഡിലെ അവർ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ CV സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ആ മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV കാര്യങ്ങൾ അയക്കേണ്ടതാണ്. ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ തിരിച്ചവർക്ക് മെയിലിന് റിപ്ലൈ ചെയ്യുക. മെയിൽ ത്രൂ നിങ്ങൾ CV അയക്കുമ്പോൾ സെലക്ട് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവർ ഇന്റർവ്യൂ ചെയ്യും. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. എപ്പോ ഇന്റർവ്യൂ ചെയ്ത് ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾ അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ, സാലറി, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ അടുത്ത് എല്ലാം പ്രോപ്പർ ആയിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാവുള്ളൂ. ഇപ്പൊ വേക്കൻസി ഇട്ടേക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ട് ഉള്ള ഹോസ്പിറ്റലാണ്. കുറെ ഇന്ത്യൻ പീപ്പിൾസ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരുമ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും കുറെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആരും ഇങ്ങോട്ട് വരുന്നതിന് പേടിക്കുകയൊന്നും വേണ്ട. മൗറീഷ്യസ് എന്ന് പറയുമ്പോൾ ആരും കേട്ടിട്ടില്ല. മൗറീഷ്യസ് എവിടെയാണ്? ഇപ്പൊ ഞാൻ മൗറീഷ്യസ് എന്ന് പറയുമ്പോൾ അറിയാത്ത ആൾക്കാർ ഉടനെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും, എവിടെയാണ് മൗറീഷ്യസ്, മൗറീഷ്യസ് എത്ര ദൂരെയാണ്, എവിടെയാണെന്ന് കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇതൊരു ഐലൻഡ് ആണ്. ഇതൊരു ചെറിയൊരു ഐലൻഡ് ആണ്. ഇതിൽ കുറെ പീപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരും പേടിക്കേണ്ട ഇങ്ങോട്ട് വരുന്നതിന്. നമ്മുടെ ഒരു കൊച്ചു കേരളം പോലെ തന്നെയാണ് ഈ മൗറീഷ്യസ്. പക്ഷെ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. ക്ലൈമറ്റും പക്ക ഡിഫറെന്റ് ആണ്, നാട്ടിലെ പോലെയല്ല. ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോ ഒരു കാര്യം പറയാൻ മറന്നു. നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആയിരിക്കണം. അത് നിങ്ങളിപ്പോ മീൻസ് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്കത് സെപ്പറേറ്റ് ആയിരുന്നു. മീൻസ് രണ്ടും രണ്ട് ഡിഫറെന്റ് ഡേറ്റ് ആയിരുന്നു. അത് നമുക്ക് റെഡിയാക്കാൻ കുറെ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ മെയിൻ ആയിട്ടും അത് റെഡിയാക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ പാസ്പോർട്ടിലും നിങ്ങളുടെ പ്രൊഫഷനിലും ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ നാട്ടിൽ നിന്ന് തന്നെ മാക്സിമം അത് ചേഞ്ച് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ സർട്ടിഫിക്കറ്റിലും ഒരുപോലെ ആക്കാൻ നോക്കുക. ഫാമിലിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഹസ്ബൻഡ്, വൈഫ് അവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഫാമിലി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിനെയും മദറിനെയും അച്ഛനെയും അമ്മേനെയും ആരെ വേണേലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ഡിപ്പെൻഡിങ് വിസയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ആരെ വേണേലും കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എന്റെ PDF വേണമെന്നുള്ളവർ വേഗം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചോളുക. ഞാൻ ഫുൾ ഡീറ്റെയിൽസ്, ജോബിന്റെ ഡീറ്റെയിൽസ്, ഏത് മെയിൽ ഐഡിയിലേക്കാണ് നിങ്ങൾ ഈ CV അയക്കേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും പിന്നെ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണമെന്നുള്ള ഡീറ്റെയിൽസും ആയിട്ടുള്ള ഒരു ചെറിയൊരു PDF നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ സമയം ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല. വേഗം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഈ വേക്കൻസിയിലേക്ക് വന്നേക്കുന്നത്
നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് വേക്കൻസീസ് ആണ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ CV അയക്കുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മള് സാധാരണ CV എന്ന് പറയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, നമുക്ക് ഇത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, ഇവിടെയാണ് വർക്ക് ചെയ്തത്, എന്താണ് പ്രൊഫഷൻ, അതാണ് നമ്മൾ CVയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയക്കുന്ന CVയുടെ അകത്ത് ഇത് മാത്രം അല്ലാണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യണം. ട്രാൻസ്ക്രിപ്റ്റ്, നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ പാസ്പോർട്ട്, എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു PDF ആയിട്ട് വേണം നിങ്ങൾ CV ഇങ്ങോട്ട് അയക്കുന്ന വേക്കൻസിയിലേക്ക് അയക്കാൻ. അതായത് ആ മെയിലിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ ഈ ഫുൾ നിങ്ങളുടെ എല്ലാ പ്രൊഫഷണൽ കാര്യങ്ങളായിട്ടുള്ള, നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എവിടെയാണ്, എന്തൊക്കെയാണ് ചെയ്തത്, ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്നൊരു നല്ലൊരു PDF ആയിട്ട് വേണം ആ CVയിലേക്ക് അയക്കാൻ. അപ്ഡേറ്റഡ് CV ആയിരിക്കണം. ലാസ്റ്റ് നിങ്ങൾ എവിടെയാണ് വർക്കിംഗ്, അതോ സ്റ്റിൽ വർക്കിംഗ് ആണോ, അത് ഫുൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള CV വേണം നിങ്ങൾ അവർക്ക് അയക്കാൻ. ഞാൻ നിങ്ങൾക്ക് PDF അയക്കുമ്പോൾ നിങ്ങൾ ആ PDFന്റെ അകത്ത് നിങ്ങൾക്ക് മെയിൽ ID ഉണ്ടാവും. ആ മെയിൽ ID നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ CV അയക്കാൻ പറ്റുന്നതായിരിക്കും ആ ഹോസ്പിറ്റലിലേക്ക്. എന്റെ പിള്ളേരെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ലിങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കോൾ എടുക്ക്. നിങ്ങൾ എന്താ ആരും കോൾ എടുക്കാത്തത്? കോൾ എടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് പറയാം ഞാനിപ്പോ ബിസിയാണ്, നമ്മൾ കുറച്ച് ലേറ്റർ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. നിങ്ങൾ ആരും കോൾ എടുക്കാതിരിക്കരുത്. കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കോൾ എടുക്കാൻ പറ്റിയില്ല, എന്താ ചെയ്യണ്ടേ? ഇപ്പൊ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റിയാക്ട് ചെയ്തില്ല, നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളെ റിജക്ട് ചെയ്യും, പിന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യില്ല. മാക്സിമം നിങ്ങൾ എല്ലാവരും മെയിൽ ചെക്ക് ചെയ്യുക. കോൾ വരുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത്, ഇപ്പൊ ഇൻ കേസ് ആ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരോട് പറയാം ഞാനിപ്പോ കുറച്ച് ബിസിയാണ്, ലേറ്റർ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്ന് അവരോട് പറയാ. ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ അവരുടെ അടുത്ത് പറയാ. ഇപ്പൊ അവര് നിങ്ങളെ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ല, അതായത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ മാക്സിമം നിങ്ങൾ ഫോൺ എടുക്കുക, ഫോൺ എടുത്തിട്ട് അവരോട് പറയുക. അപ്പൊ ചിലപ്പോൾ അവര് നിങ്ങൾക്ക് മെയിൽ ID തരും, അല്ലെങ്കിൽ അവരുടെ വാട്സ്ആപ്പ് നമ്പർ തരും. HR വാട്സ്ആപ്പ് നമ്പർ കാര്യങ്ങൾ തരുമ്പോൾ നിങ്ങൾ എപ്പോൾ ഫ്രീ ആയിരിക്കുന്നത് ആ സമയത്ത് അവർക്ക് മെസ്സേജ് അയക്കുക, ഞാനിപ്പോൾ അവൈലബിൾ ആണ്, എനിക്ക് സംസാരിക്കാൻ പറ്റും എന്ന് അവർക്ക് മെയിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ മെസ്സേജ് അയക്കുക. അപ്പൊ അവര് നിങ്ങൾക്ക് എഗെയിൻ ഒരു ഇന്റർവ്യൂ ഡേറ്റ് തരും. നിങ്ങൾക്ക് ഇന്ന ഡേറ്റിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് അവരുടെ ഡേറ്റ് വരുമ്പോൾ ആ ടൈം അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് മാക്സിമം നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ എനിക്ക് വന്ന് ഇൻബോക്സിൽ ഒന്ന് PDF എന്ന് മെസ്സേജ് അയക്കുക. ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ആ PDF നിങ്ങളുടെ മെസ്സേജിലേക്ക് വരുന്നതായിരിക്കും. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ലിങ്ക്, മെയിൽ ID കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ വീഡിയോ കുറെ ആൾക്കാർ കാണുന്നുണ്ട്. എല്ലാവർക്കും ജോലി കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ ആക്കി നോക്കുക. മാക്സിമം എല്ലാവരും ഒന്ന് CV അയച്ച് നോക്കുക. നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ഇപ്പൊ CV സെലക്ട് ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ആക്കുക. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ see you soon.